1918 ഡിസംബർ 9 ജെറുസലേം ബ്രിട്ടീഷുകാർ കീഴടക്കുന്നുണ്ട്. ഓട്ടോമൻ ഭരണം അവസാനിക്കുകയും അതിനുശേഷം 1920 വരെ 48 വരെ ബ്രിട്ടീഷുകാർ അവിടെ ഭരിക്കുകയും ചെയ്തു. 48 മെയ് 14 ജൂതന്മാർക്ക് വേണ്ടി ഒരു ഇസ്രായേൽ രൂപീകരിച്ചു കൊടുത്തു. അങ്ങനെ ഡേവിഡ് ബെൻ ഗുരിയൻ്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു. ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഒരുപാട് വഴിത്തിരിവുകളാണ്. ഉടനെ തന്നെ മിസ്ര, അറബ്, ജോർദാൻ, ലിബൻ, സിറിയ, ഇറാഖ് എന്നിവർ ഇസ്രായേലിനെ ആക്രമിച്ചു. സ്വാഭാവികമായും ജെറുസലേം ഉൾപ്പെടുന്നൊരു പ്രദേശം ജൂതന്മാരുടെ അധിനിവേശ കേന്ദ്രമായാൽ അവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഭീഷണി ഉണ്ടാകും എന്നുള്ള രീതിയിൽ സമരം നടന്നു. 1948-49 കാലഘട്ടത്തിൽ നല്ല യുദ്ധം നടന്നു. യുദ്ധത്തിൽ നന്നായി ഇസ്രായേൽ ജയിച്ചു. ഇതിനിടയിലാണ് ഈ 48 ഈ കാലഘട്ടത്തിൽ ജയിച്ചെങ്കിലും 30 മുതൽ തന്നെ സംഘർഷം തുടങ്ങി. 1948 രണ്ടാം ലോകമഹായുദ്ധം നടന്നു. ഹോളോകോസ്റ്റ് മൂലം ജൂതരുടെ ദുരിതം ലോകം കാണുകയുമുണ്ടായി. 1947 ആയപ്പോൾ ഐക്യരാഷ്ട്രസഭ പറഞ്ഞു, 2 രാജ്യങ്ങളാവുക, നിങ്ങൾ 2ആയി പിരിയുക, ഒന്ന് പാലസ്തീൻ രാജ്യം വരട്ടെ, രണ്ടാമത് ഇസ്രായേൽ എന്ന രാജ്യം വരട്ടെ. 55% സ്ഥലം ജൂതന്മാർക്ക് ഇസ്രായേലിനും 45% ഭൂമിശാസ്ത്ര പ്രദേശം പാലസ്തീനും കൊടുത്തുകൊണ്ടുള്ള ഒരു കരാർ ഉണ്ടാക്കാമെന്ന് ദ്വിരാഷ്ട്രവാദം UN മുന്നോട്ട് വച്ചെങ്കിലും പാലസ്തീൻ അത് അംഗീകരിച്ചില്ല.